സീനിയർ ഫാർമസിസ്റ്റുമായ ഹംസത്ത് മുഹമ്മദ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹംസത്ത്, താങ്കളാണ് ഈ ഒരു പരാതി ഉന്നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇത് ഒരു അസ്വാഭാവിക മരണമാണ് എന്നുള്ളൊരു നിഗമനം താങ്കളിൽ തോന്നാനുള്ളൊരു കാരണം? താങ്ക് യു വെരി മച്ച് ഫോർ ഇൻക്ലൂഡിങ് മീ. ഞാൻ കുറെ കാലമായി ഈ പറയുന്ന ഈ മരിച്ച കുട്ടിയുടെ മദറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഫോളോ ചെയ്യുന്ന ആളാണ്. മാത്രമല്ല ഇവരുടെ ഫേക്ക് അക്യുപഞ്ചറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവരുടെ പ്രവർത്തനം. തിരൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു അക്യുഷ് എന്ന് പറഞ്ഞിട്ടുള്ള മിസ്റ്റർ ഷുഹൈബ് റിയാലു പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഇവരുടെ പ്രവർത്തനം. ഇവരിങ്ങനെയുള്ള ഫേക്ക് ട്രീറ്റ്മെന്റിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഇവരുടെ ഡെലിവറി വീട്ടിലാണ് നടന്നത്. അത് ആഘോഷിച്ചുകൊണ്ട് അവർ FB പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നെ വാക്സിനേഷൻ ഡ്രൈവിനെതിരായിട്ട് ഇവർ നന്നായി ഏറ്റവും നെഗറ്റീവായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനുള്ളിൽ പല പരാതികളും ഞാൻ DGP മുതൽ കലക്ടറേറ്റ് മുതൽ DGP വരെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവരെ ഞാൻ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മരിച്ചത് ഇവരുടെ കുട്ടിയാണെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കതിലൊരു അസ്വാഭാവികത ഫീൽ ചെയ്തു. ഞാൻ കിട്ടാവുന്ന സോഴ്സിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ ഇവർ ഈ കുട്ടിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. പ്രത്യേകിച്ച് വാക്സിൻ എടുക്കാത്ത കുട്ടിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ചെറിയ ട്രിഗർ പോലും ഉണ്ടെങ്കിൽ അത് ലിവർ ഫെയിലിയറിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഒരു സ്വാഭാവികമായിട്ടും ഒരു നാച്ചുറൽ ഡെത്ത് അല്ല എന്ന് ഫീൽ ചെയ്തു. അതുകൊണ്ട് പോലീസിലെ ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടുണ്ടായത്. കൂട്ടത്തിൽ മറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനൊക്കെ അവരൊക്കെ ഞാൻ ഇൻഫോം ചെയ്തു. എന്താണോ പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്തു. അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയി കണ്ടു. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അതായത് ഇന്നാണ് താങ്കൾ ഈ പരാതി പോലീസിൽ നൽകുന്നതല്ലേ? ഇന്ന് പുലർച്ചെ ആയിരുന്നല്ലോ ഈ കുട്ടിയുടെ ഖബറടക്കം. അതെ, ഞാൻ ഏർലി മോർണിംഗിലാണ് ഞാൻ പോലീസിൽ പരാതി നൽകിയത്. പോലീസിൽ മലപ്പുറം SP ഉൾപ്പെടെയുള്ള കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ, കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ, കാരണം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ പ്ലേസ് ഓഫ് ഇൻസിഡൻസ് സംബന്ധിച്ച കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ വീട്ടിലാണെന്നും ഈ ബോഡി ഉള്ളത് കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിലാണെന്നും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് 2 പോലീസ് സ്റ്റേഷനിലേക്കും ഞാൻ എന്റെ പരാതി ഞാൻ മെയിൽ ചെയ്തു. അതുപോലെ അവരായിട്ട് പേഴ്സണലായിട്ട് പോലീസ് ഓഫീസറായിട്ട് സംസാരിച്ചു. ഇതിലുള്ള അവരുടെ ഹിസ്റ്ററി, ഈ ലേഡിയുടെ പ്രീവിയസ് ഹിസ്റ്ററി അത്ര ഒരു നല്ല ഹിസ്റ്ററി അല്ല. ഇവരിങ്ങനെയുള്ള പിന്നെ എന്താ പറയുക എസ്റ്റാബ്ലിഷ് ട്രീറ്റ്മെന്റിനെതിരായിട്ട് സ്ഥിരമായി പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ലേഡിയാണ്. അതുകൊണ്ട് എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്തു. അതായത് ഈ ദമ്പതികളെ പറ്റി പരിസരവാസികളൊക്കെ എന്താണ് പറയുന്നത്? പരസ്പരവാസികൾ ഇവരെ അറിയപ്പെടുന്ന ഫേക്ക് അക്യുപഞ്ചറിസ്റ്റുകളാണ് ഇവര്. ആ ഏരിയയിൽ മലപ്പുറം ജില്ലയുടെ വളാഞ്ചേരിയിൽ അറിയപ്പെടുന്ന ഫേക്ക് അക്യുപഞ്ചറിസ്റ്റുകളാണ് ഈ മരിച്ച കുട്ടിയുടെ മദറിന്റെ മദറിന്റെ ഫാദറും ഗ്രാൻഡ് പാരന്റ്സ്. അവരുടെ ഒക്കെ സോഷ്യൽ മീഡിയ ID പരിശോധിച്ചാൽ ഈ ഫേക്ക് അക്യുപഞ്ചറിന്റെ പ്രൊമോഷനും പ്രൊപ്പഗേഷനും നന്നായി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുവഴി കുറെ ആളുകൾ അവർ മിസ്ഗൈഡ് ചെയ്യും. ഇങ്ങനെയുള്ള കുറെ ഇൻസിഡൻസിന് ഇവർ തന്നെ കാരണമായിട്ടുണ്ട്. ഇപ്പൊ തിരിച്ചും അവർക്കൊരു ഇൻസിഡൻസ് സംഭവിച്ചു എന്ന് മാത്രം. സ്വാഭാവികമായിട്ടും ഈ ഒരു പരാതി നൽകിയപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് എപ്പോഴാകും കടക്കുക? അല്ല, പരാതി നൽകിയപ്പോൾ പോലീസ് അത് അത്ര ആദ്യം കുറച്ച് അങ്ങനെ ആക്റ്റീവായിട്ടൊന്നും അവർക്ക് ഒരു റോൾ എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ വീണ്ടും അവരെ വിളിക്കുകയും SP ഓഫീസിലേക്ക് വീണ്ടും എന്റെ കൺസേൺ ഞാൻ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അവർ പെട്ടെന്ന് ആക്റ്റീവ് ആവുകയാണ്. പിന്നെ അങ്ങനെയുള്ള അതിൽ കൂടി ഹെൽത്ത് അതോറിറ്റീസ്, ഈ ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസർ, അവരുമായി ബന്ധപ്പെട്ട് അവരെയൊക്കെ കിട്ടാവുന്ന സോഴ്സിൽ കൂടെ അവരോടൊക്കെ കാര്യങ്ങൾ അറിയിച്ചു. അങ്ങനെ അവരും ഹെൽത്ത് അതോറിറ്റീസും പോലീസും അവരെല്ലാരും കൂടി പിന്നീട് ഹെൽത്ത് അതോറിറ്റീസ് മാക്സിമം പ്രിക്കോഷൻ വാസ് ടേക്കൺ. അറ്റ് ദ സെയിം ടൈം പോലീസ് തുടക്കത്തിൽ ചെറിയ ഒരു ഡിലേ വന്നെങ്കിലും പിന്നീട് അതായത് ഈ കുഞ്ഞിന് മഞ്ഞപ്പിത്തം വന്നെങ്കിലും ഒരു തവണ പോലും ആശുപത്രിയിൽ കാണിച്ചിട്ടില്ല അല്ലേ ഇവർ എന്നാണ് അവരെ കുറിച്ച് നേരിട്ട് അറിയുന്നവരൊക്കെ പറഞ്ഞത്. ഒരു പ്രാവശ്യം പോലും അവർ ആശുപത്രി കാണിക്കാൻ സാധ്യതയില്ല. അവരെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരുടെ കമന്റ് ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ചിട്ടാണ് അപകടം സംഭവിക്കുന്നത് പോലും ഞാൻ ആശുപത്രിയിൽ പോകില്ല എന്നാണ് അവരുടെ ഒരു കമന്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അവരത്രത്തോളം സോഷ്യൽ മീഡിയയോട് ഈ ട്രീറ്റ്മെന്റിനോട്, പ്രത്യേകിച്ച് അലോപ്പതി മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റിനോട് അവർ അത്രത്തോളം വെറുപ്പും വിദ്വേഷം പ്രചരിപ്പിക്കുമായിരുന്നു അവര്.
അതായത് ഇനിയിപ്പോൾ താങ്കൾ ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണല്ലേ തീരുമാനം? ഈ ഒരു അസ്വാഭാവിക മരണമാണ് എന്നുള്ളൊരു നിഗമനം, ആ ഒരു സംശയത്തിൽ തന്നെയാണ് താങ്കൾ ഉള്ളതല്ലേ? അതെ, സ്വാഭാവികമാണ്. പിന്നെ ഒരു സ്വാഭാവിക മരണമാണ് എന്ന് മാത്രമല്ല, ഇവരുടെ മരണത്തിലും വളരെ പെട്ടെന്ന് അവര് പിന്നെ മറവ് ചെയ്തതിലൊക്കെ കോൺസ്പിറസി പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. എന്തൊക്കെ ഒരു ചില ഗൂഢാലോചനകളും കോൺസ്പിറസി ഒക്കെ നടന്നിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അവര് ആദ്യം ഇവര് പോലീസിന് കൊടുത്തവരെ സ്റ്റേറ്റ്മെന്റില് ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാ പറഞ്ഞത്. ഇവരാദ്യം പറഞ്ഞത് ആ സമയത്ത് കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നാണോ? അല്ലല്ല, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ കണ്ടു. അവിടുന്ന് മരിച്ചത് അവർ ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അത് എന്നോട് പറഞ്ഞ കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസേഴ്സ് ആണ്. പക്ഷേ ആശുപത്രിയിൽ വെച്ചാണ് കുഞ്ഞ് മരിച്ചതെന്നാണോ എന്ന് ഇവരുടെ ഇവരുടെ റോങ് സ്റ്റേറ്റ്മെന്റ്, ഒരു ഫെയിൽ സ്റ്റേറ്റ്മെന്റ് ഇവർ കൊടുത്തതാണ്. പക്ഷെ യഥാർത്ഥം വീട്ടിൽ മരിച്ചതിന് ശേഷം കോട്ടയത്തുള്ള ഏത് ഡോക്ടറെ വിളിച്ചു വരുത്തി ഡെത്ത് കൺഫർമേഷൻ ചെയ്യാനുണ്ടായത്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയല്ലേ? വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ഇവർ പറയുന്നത് മിൽക്ക് ആസ്പിറേഷൻ കാരണം പെട്ടെന്നുണ്ടായ അങ്ങനെ കുട്ടി മരിച്ചു എന്നാണ് അവർ പറയുന്നത്. 1 വയസ്സായ കുട്ടിക്ക് ഒരിക്കലും മിൽക്ക് ആസ്പിറേഷൻ വരില്ല. കാരണം അവർ തല ഉയർത്തി കുട്ടി നടക്കണ പിടിച്ചു കിടക്കുന്ന സമയമാണല്ലോ. ആ സമയത്ത് ഒരിക്കലും മിൽക്ക് ആസ്പിറേഷൻ വന്നൊരു ഡെത്ത് ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് അവര് ട്രൈങ് ടു റൺ ഫ്രം ദ സീൻ. അതാണ് നമ്മൾ മനസ്സിലാക്കാവുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ ഹംസത്ത് മുഹമ്മദ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.